നമസ്കാരം കൂട്ടുകാരെ. ഈ ഓണമാകുമ്പോഴും ക്രിസ്മസ് ആകുമ്പോഴും ചില ചാവാലി പട്ടികളുണ്ടല്ലോ, ഈ ചില പഴയ വീഡിയോകളൊക്കെ പൊയ്ക്കൊണ്ടുവരും. ഏതെങ്കിലും ഉസ്താക്കന്മാർ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ഹിന്ദു മതത്തിനെതിരാണ് അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ചാവാലി ഉണ്ടല്ലോ, ഏതാ മറ്റേ ഹാർപ്പിക് വേട്ടാവളി എന്ന് പറഞ്ഞ ഒരു പരമ ഊള. ഇവൻ കുറെ മൂട്ടകളൊക്കെ അടവച്ച് വിരിയിപ്പിച്ച് ഇപ്പൊ പുതിയ ജെൻസി എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതിലൊരു വേട്ടാവളി എത്തി കഴിഞ്ഞ ദിവസം നമ്മുടെ അൻസാരി സൂര്യോസ്ഥാനം പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അല്ലെ. വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഈ അൻസാരി സൂര്യോസ്ഥാനൊക്കെ വിമർശിക്കാൻ ഇവൻ ഇറക്കി വിടുന്ന ഈ മൂട്ടകളൊന്നും പോരാ കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ അൻസാരി സൂര്യോസ്താദും ഒരു ഹൈന്ദവ സഹോദരനും കൂടെ ഓണത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തിട്ട് അങ്ങ് പ്രചരിപ്പിക്കുന്നത്. ഓണം വരാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഓണം ആഘോഷിക്കാൻ പാടില്ല, നിങ്ങളുടെ മക്കളെ ഒന്നും ഇതിന് വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഇപ്പം എല്ലാവരും എടുത്ത് നമ്മുടെ ഈ ഞാൻ ഭാരതീയൻ, അതുപോലെ നമ്മുടെ കാളിയണ്ണൻ, പിന്നെ കുറെ എന്താ പറയുക സംഗണിച്ചികൾ, നമ്മുടെ മറ്റേ വേട്ടാവളിയെത്തി, ലസിത പാലക്കൽ അമ്മായി, ഇവരെല്ലാം എടുത്തിട്ടങ്ങ് ഇതങ്ങോട്ട് പൊലിപ്പിക്കുക. കാരണം മതേതരത്വം പറയുകയും ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ ഉസ്താക്കന്മാർ കാണിക്കുന്ന ഇതാണ്. ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്, ഓരോ മതത്തിനും ഓരോ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളെക്കുറിച്ച് പറയേണ്ടത് അതാത് മതത്തിലെ പണ്ഡിതന്മാർ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, ആഘോഷിക്കേണ്ടാത്തവർ ആഘോഷിക്കേണ്ട. ഇപ്പൊ പെരുന്നാൾ വന്നാലും ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും നമ്മുടെ അയൽവാസികളൊക്കെ ഉണ്ടല്ലോ, അവർ നമുക്ക് ഓണസദ്യ കൊണ്ട് തരും. നമ്മൾ അങ്ങോട്ട് പെരുന്നാളാകുമ്പോൾ തിരിച്ചങ്ങോട്ട് അവർക്ക് ബിരിയാണി കൊണ്ട് കൊടുക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഫെസ്റ്റിവലായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. അല്ലാതെ അവർ പറഞ്ഞതുകൊണ്ട് ഓണസദ്യ തിന്നാതിരിക്കുകയോ, എൻ്റെ വിശ്വാസം എൻ്റെ മനസ്സിനകത്ത് എൻ്റെ ഉള്ളിലാണ് അല്ലേ, അത് നമ്മൾ കൃത്യമായിട്ടത് ഫോളോ ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഉസ്താദിനെ ഒരു ഹൈന്ദവ സഹോദരൻ വിളിക്കുന്ന ഈ ഒരു വീഡിയോ ആണ് ഇപ്പം വലിയ രീതിയിൽ തന്നെ ആളുകൾ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ മക്കളിന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. ആദർശം വിട്ടുകളിക്കാൻ പാടില്ല. ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാൻ പാടില്ലോ. നിന്റെ മക്കളുണ്ടല്ലോ, ആഘോഷങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തെരുവിലേക്ക് കടന്നു പോകുമ്പോ നമ്മളുണ്ടല്ലോ, നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ തടഞ്ഞു നിർത്തേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. നമസ്കാരം. ഹലോ, എന്റെ പേര് ശരത്, ഞാൻ എറണാകുളത്ത് വിളിക്കണതേ. ഞാനേ ഉസ്താദിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. ഉസ്താദിന്റെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അപ്പൊ അത് അതിനെപ്പറ്റി എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി. മുസ്ലിം സമുദായത്തോട് പറയുന്നത്, മുസ്ലിമീങ്ങളോട് മാത്രം പറയുന്നത്, ഇസ്ലാം മത വിശ്വാസികളോട് പറയുന്നതാണ്, അല്ല മറ്റാരെയും. ഇപ്പൊ നിങ്ങൾക്ക് വേറെ വിഭാഗത്തിന് അവരുടെ ആഘോഷങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഹ്ലാദങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്, യാതൊരു വിരോധമില്ല. ഒരു യഥാർത്ഥ ഹിന്ദു ആകുന്നത് എപ്പോഴാണെന്നറിയോ? അവന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ അടിയുറച്ച് നിൽക്കുമ്പോഴാണ്. ഒരു ക്രൈസ്തവനും അങ്ങനെ തന്നെയാണ്. അതേസമയം ഹിന്ദു അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഉസ്താദേ. ഇല്ല, ആർക്കും എന്തും ഏത് രൂപത്തിൽ ജീവിക്കാൻ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ഹിന്ദു അല്ലാണ്ട് നമുക്ക് ജീവിക്കാം. ഞാൻ ഹിന്ദു ആയിട്ട് ജീവിക്കുന്ന ആളല്ല, എന്റെ പേരിൽ ഹിന്ദു ഉണ്ടെന്നല്ല, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ആളല്ല. ഞാൻ ഈ പറയുന്നത് ഉദാഹരണം പറഞ്ഞല്ലേ, അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല എനിക്ക് ഹിന്ദുവായിട്ട് ജീവിക്കാൻ അവകാശം ഉണ്ടെന്ന്. എനിക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ അവകാശമില്ലേ? ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ വിശ്വാസികളോട് എനിക്ക് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയാം. അത് ഉസ്താദ് അത് പറഞ്ഞത് കൊണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ വിളിച്ചത്. എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ ഉസ്താദെ, 2-3 വർഷമായിട്ട് ഇപ്പൊ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാരും ഇങ്ങനെ പറയണതാണ്, ഓണം ആഘോഷിക്കാൻ പാടില്ല, ഓണാഘോഷിക്കാൻ പാടില്ല, ഓണാഘോഷിക്കാൻ പാടില്ല എന്ന് എങ്ങനെ പറയാറുണ്ട്. പക്ഷെ എല്ലാ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങളും ഓണം ആഘോഷിക്കാറില്ല. എല്ലാവരും പിടിക്കണ്ട, എല്ലാവരും പിടിക്കണ്ട. അല്ല, നിങ്ങള് ഇപ്പോൾ ഉള്ള ആൾക്കാർ ഓണാഘോഷിക്കാൻ സാധ്യതയില്ല, നമുക്ക് അറിയില്ല. അത് ഞാൻ എന്നെ എനിക്ക് ഓണാഘോഷം മാത്രമല്ല, കള്ള് കുടിക്കാൻ താല്പര്യമില്ല, വിഭജിക്കാൻ താല്പര്യമില്ല, അതുപോലെ പറയട്ടെ പുതിയ ദിവസം ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിന്റെ അർത്ഥം അതാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതല്ല എന്റെ അർത്ഥം. മനസ്സിലായില്ല? തീർച്ചയായിട്ടും. ഞാൻ സർവ്വമത സത്യവാദിയല്ല, ഏകദൈവ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു മതങ്ങൾ ബഹുമാനിക്കുന്നതോടുകൂടി സ്നേഹിക്കുന്നതോടുകൂടി എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ല. ഇപ്പൊ ശരത്ത് വിളിക്കുമ്പോൾ ഞാൻ ശരത്തിനോട് ഈ സ്നേഹത്തിൽ തന്നെയല്ലേ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയും. ഇസ്ലാമിന് കാരണം അറിയോ, വേദഗ്രന്ഥങ്ങളെല്ലാം എടുത്തു വെച്ചാലും മറ്റു മതങ്ങളെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞ ഒരേ ഒരു പ്രത്യയശാസ്ത്രം ഖുർആനാണ്. വല്ലാത്ത സുബുദ്ധദിന ഇത് ഓനമില്ല, അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനെയും ചീത്ത പറയാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഷംസീർ പറഞ്ഞത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് ഗണപതി മിത്താന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ശക്തമായിട്ട് അപലപിക്കുകയും എതിർക്കുകയും ചെയ്തതുകൊണ്ടാണ്. ഒരു മതത്തെ ആക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം, എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാനും പാടില്ല.
ആയിക്കോട്ടെ ഉസ്താദ്, ഞാൻ അതിലൊന്നും എനിക്ക് ഉസ്താദിന്റെ ആ ഒരു നിലപാടുകളിലൊന്നും എനിക്ക് തർക്കമില്ലൊന്നുമില്ല. ഈ ഓണം പോലത്തെ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ദുബായ് കിരീടാവകാശം ഇന്നലെ ഓണ സദ്യ ഉണ്ട്, എല്ലാ മലയാളികൾക്കും പുള്ളി ഓണം ഇസ്ലാം എന്ന് പറഞ്ഞാലേ ദുബായ് ഭരണാധികാരിയോ ഞാനോ നീയോ ഈ നാട്ടിലെ മതപണ്ഡിതരോ അല്ല, മറിച്ച് വിശുദ്ധമായ ഗ്രന്ഥവും പ്രവാചകന്റെ തിരുമൊഴിയുമാണ്. ദുബായിലെ ഞാൻ നോക്കട്ടെ, നാളെ ദുബായിലെ കിരീട അവകാശി ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്താൽ അയാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിക്കാത്ത ഏതെങ്കിലും തരത്തിൽ മദ്യപാനവും മറ്റുള്ള ആ നാട്ടിൽ അനുവദിക്കുകയും അയാൾ തന്നെ കുടിക്കുകയും ചെയ്താൽ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അതുകൊണ്ട് ഹലാലാവോ? ചരിത്രം പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഒരു വ്യക്തി ഇസ്ലാം എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല, മറിച്ച് പ്രത്യയശാസ്ത്രമാണ്. ഒരു വ്യക്തി ചെയ്യുന്നതല്ല ഇസ്ലാം, ഒരു കൂട്ടം ജനങ്ങൾ ചെയ്യുന്നതല്ല ഇസ്ലാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഉസ്താദ്, ഇപ്പൊ നിങ്ങൾ മതപണ്ഡിതരായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മതത്തിൽ നിന്ന് പഠിച്ച് അപഗ്രഥിച്ചാണ് നിങ്ങൾ പറയണത്. സ്വാഭാവികമായിട്ട് നിങ്ങളിത് പറയുന്ന കാര്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അതൊരു വർഗീയമായ രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഏത് കാലഘട്ടം, ഞാൻ ഉദാഹരണം പറഞ്ഞല്ലേ, ഏത് കാലഘട്ടത്തിലും ശരി പറയുമ്പോൾ ആ ശരിയെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട്. പക്ഷെ അതൊന്നും വില പോകത്തില്ല, മനസ്സിലായോ? പക്ഷെ അതെ ഉസ്താദ്, ഞാനല്ലേ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ പോലും തള്ളിക്കളയുന്നതാണ് എന്റെ ഏറ്റവും വലിയ വാസ്തവം. അത് തള്ളണം എന്നുള്ളതാണ്, മനസ്സിലായില്ല? തള്ളണം. മുസ്ലിങ്ങൾ ഭൂരിഭാഗം എന്തുകൊണ്ടെന്നറിയോ? പ്രവാചകൻ പറഞ്ഞെന്തറിയോ? അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും, അവരെന്ന് പറഞ്ഞാൽ നാമത്തിൽ മാത്രമേ മുസ്ലിമീങ്ങളുള്ളൂ, അവരുടെ പ്രവൃത്തിയിലും വിശ്വാസത്തിലും ഇസ്ലാമിന്റെ കണിക പോലും ഉണ്ടാവില്ല. അവർ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെയാണ്, വെറും ചവറുകളാണ് എന്ന് പറഞ്ഞതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. അപ്പൊ അവരങ്ങനെ കാട്ടണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. പറഞ്ഞു ഇപ്പൊ തന്നെ മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാമിൽ പരസ്യമായി നൃത്തം ചെയ്യല് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇഷ്ടംപോലെ പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ? ഞാൻ ചോദിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ജീവിക്കണം നമുക്ക് ഇതൊക്കെ നമുക്ക് ബാധകമാണോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് നിർമ്മിച്ചത് സ്വയം ഉണ്ടായതാണോ, മനുഷ്യൻ നിർമ്മിച്ചാണോ? അത് ഞാൻ ചോദിക്കുന്നത് മനുഷ്യൻ നമ്മളെ സ്വയം നിർമ്മിക്കപ്പെട്ടതാണോ, മനുഷ്യൻ ഉണ്ടാക്കിയതാണോ? അത് മനുഷ്യൻ ഉണ്ടാക്കി, സ്വാഭാവികമായിട്ട് അമേരിക്കക്കാരുണ്ടാക്കിയ സാധനം. ഓക്കെ, അമേരിക്കക്കാരൻ എങ്ങനെ ഉണ്ടാക്കിയതാണ്? അവന്റെ തലച്ചോറ് ഉപയോഗിച്ചല്ലേ? അല്ലേ? ഇത്രയും തലച്ചോറിന്റെ ഞാൻ ഒറ്റ വിഷയമുള്ളൂ. ഈ ഒരു സൃഷ്ടിയല്ലേ, വളരെ അത്ഭുതപ്പെടുന്ന സൃഷ്ടിയല്ലേ? തീർച്ചയായിട്ടും. അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് മനുഷ്യന്റെ തലയല്ലേ? അതെ, നമ്മുടെ തന്നെ സ്വയം പറയുന്നു ഇത് സ്വയം നിർമ്മിക്കപ്പെട്ടതല്ല, മറിച്ച് മനുഷ്യൻ നിർമ്മിച്ചതാണ്. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാൾ കാലാന്തരത്തിൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മനുഷ്യൻ ഇനിയും കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. അതിന്റെ കാരണം അവന്റെ തലച്ചോറല്ലേ? അതെ, ആ തലച്ചോറ് അവനിക്ക് സ്വന്തം സ്വയം രൂപപ്പെട്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഉസ്താദ് ഇപ്പൊ ഈ ഉസ്താദ് പറയുന്നത് മറുപടി കിട്ടുന്നില്ല, എനിക്ക് ഉത്തരമാണ് കിട്ടേണ്ടത്. അത് എനിക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഉസ്താദ്, ഈ ഉസ്താദ് പറഞ്ഞ 1400 കൊല്ലം മുമ്പും 2000 വർഷം മുമ്പും 6000 വർഷം മുമ്പും മനുഷ്യരിവിടെ ജീവിച്ചിരുന്നു. പക്ഷെ അവരാരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അവരൊന്നും കണ്ടുപിടിച്ചില്ല എന്നതിന്റെ അർത്ഥം അവർ ബുദ്ധിയില്ലാത്തവരും ഇവരില്ലാത്തവരും ഓരോ കാലാന്തരത്തിൽ അതാത് മനുഷ്യനിക്ക് അനുയോജ്യമായ ഓരോന്നും ഓരോ കാലാന്തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞെന്തറിയോ? ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും അനന്തര ജീവിതവും ഒക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അറിയോ? നിങ്ങൾ ഭൂമി നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഒരു പരീക്ഷാളിലാണ് നമ്മളുള്ളത്. നമ്മൾ എന്തിനാ വിട്ടെന്നറിയോ? നമുക്ക് കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും വ്യഭിചരിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ തന്നു. എന്നിട്ട് ടാസ്ക് തന്നിരിക്കാൻ എന്തറിയോ? ഇതിൽ ശരി ആര് ചെയ്യും, തെറ്റ് ആര് ചെയ്യുമെന്ന ടാസ്ക് തന്നിരിക്കുകയാണ്. ഈ ടാസ്കിൽ ഈ പരീക്ഷാളിൽ 100% മാർക്ക് മേടിക്കുന്നവർക്ക് ഒരു ജീവിതമുണ്ട്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇത് പലരും എടുത്തിട്ട് തെറ്റായ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാന മൂല്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ യോഗ്യരായിട്ടുള്ളത് അതാത് മതപണ്ഡിതർ തന്നെയാണ്. ഓണം ആഘോഷിക്കരുതെന്ന് ഉസ്താദിന് പറയാം, ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. ആ മതത്തിന്റെ ചട്ടക്കൂടിൽ അതനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവർ ഒരു പക്ഷെ ചിലപ്പം ഈ കൂത്താട്ടത്തിനൊന്നും പങ്കെടുക്കത്തില്ല. പക്ഷെ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന മാന്യമായ രീതിയിലുള്ള പരിപാടികളിലെല്ലാം എല്ലാവരും ബന്ധപ്പെടും, അവരതിനകത്ത് കൂടും. ചിലരൊക്കെ ചിലപ്പം അറുമാദിച്ചെന്നിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം. ഇതുപോലെ തന്നെ ഞാൻ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി കോനാഥ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അവൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതായത് ഓണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ കടയിൽ മാത്രമേ നിങ്ങൾ കയറി എടുക്കാറുള്ളൂ. പച്ച വർഗീയതയില്ല ആ വൃത്തികെട്ട സ്ത്രീ പറഞ്ഞത്. ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലാണ്, കേരളത്തിന്റെ ഒരു ഫെസ്റ്റിവലായിട്ടാണ് എല്ലാവരും കാണുന്നത് അല്ലേ? എല്ലാവരും ആഘോഷിക്കും. ഇപ്പം വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ജാതി മത ഭേദമന്യേ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കും, അവരോ എല്ലാം ചെയ്യും. ഇതൊക്കെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരുമായിട്ടും ഒരു ഐക്യത്തിൽ മതസൗഹാർദ്ദമായിട്ടുള്ള രീതിയിൽ പോയെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞ നിങ്ങളിൽ പല ആൾക്കാരും ചിലപ്പോൾ കേട്ട് കാണും. ക്രിസ്ത്യാനികളൊക്കെ ഈ ഉസ്താദിന്റെ വീഡിയോ എടുത്തിട്ട് പൊലിപ്പിക്കുന്നത് സമയത്ത് ആ പാസ്റ്റർ പറഞ്ഞതും കൂടെ ഒന്ന് കാണിക്കണം കേട്ടോ. ഞാൻ ആ വീഡിയോ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഈ മഹാബലിയൊക്കെ കാണാൻ വേണ്ടി എന്തിനാണ് നമ്മൾ പോകുന്നതെന്നാണ് ചോദിച്ചത്. അതായത് ഇവിടുത്തെ ഒരു മതവിശ്വാസത്തിന്റെ വിശ്വാസത്തെ അയാൾ കടന്നാക്രമിച്ചിരിക്കുക. അതുപോലൊന്നും ഉസ്താദ് പറഞ്ഞില്ലല്ലോ, ലക്കും ദീനിക്കും വലിയ ദീൻ. നീ നിന്റെ വിശ്വാസം മുറുകെ പിടിക്കുക,
എന്ന് വിചാരിച്ച് മറ്റുള്ള വിശ്വാസങ്ങളെയോ അവരുടെ വേദഗ്രന്ഥങ്ങളെയോ അവരുടെ ദൈവങ്ങളെയോ തള്ളി പറയാതിരിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടതെന്നാണ് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്ന ഈ മരവാണം വേട്ടാവളിയന്മാരുണ്ടല്ലോ, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഞങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയും. അതിനൊക്കെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകും കേട്ടോ. അപ്പോൾ പോട്ടെ അങ്ങോട്ട് ചില്ലായിട്ട് കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ആയിരിക്കും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.